ചിക്കൻ കൊണ്ടുവന്നാൽ ചിക്കൻ കൊണ്ടുവന്നാൽ മതിയോ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയാ? ബിരിയാണിയാ? കണ്ടുപിടിച്ചിട്ടുണ്ട് യൂട്യൂബ് നോക്കിയിട്ട് ഒരു കറി. അതായത് നമ്മള് കടുക് മുളക് എന്താണ് കൊര മാറിയിട്ടില്ലല്ലോ ചൊത്തനി? എന്താ ചൊത്തിന്റെ കൊര മാറാത്തേ? എന്താ മാറാത്തേ? ഇതെന്താ പാന്റ് അല്ലേ? ഈ പാന്റിന് എന്താ ബാബ ട്രൗസർ പോലെ ആക്കിയിരിക്കുന്നത്? ചുരുട്ടിയിട്ട് ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് വാവക്കുട്ടി ശരിക്കും ഉറങ്ങിയിട്ടില്ല. ചുമ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു രാത്രി. ഇടയ്ക്കിടയ്ക്ക് ഉണരുക. അതുകൊണ്ട് ഉറക്കം ശരിക്കും പ്രോപ്പറായിട്ടില്ല ആൾക്ക്. ഇപ്പോൾ 8:30 മണി കഴിഞ്ഞു. ഇപ്പോഴും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോഴാണ് എണീറ്റ്. 1-2 വട്ടം രാത്രി എണീറ്റു. അതോടുകൂടി ഉറക്കം ഡിസ്റ്റർബായി. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കട്ടെ എണീറ്റ് വരുമ്പോഴേക്ക്. ഇന്ന് തലവേദനയുടെ ഗുളിക ഇന്ന് ലീവ് കിട്ടിയിട്ട് ഇത്തിരി സമാധാനം ഇല്ലേ? ടയർഡ്നെസ് ഉണ്ട്, ഉറങ്ങണം തോന്നുന്നുണ്ട്. ഭയങ്കര ടയർഡ്നെസ്. ഇന്ന് എടുക്കണ്ട, അല്ലെങ്കിൽ ക്ഷീണായിട്ടാണ്. കുട്ടിയാവരും ഞാളൊന്ന് അതാപ്പിടാതിരിക്കുക. നോണ്ടിരിക്കുന്നു. ഞാള് ഉപ്പേരി ഉണ്ടാക്കുവോ? ഞാൻ ഒരു തല്ലിപ്പൊളി കൂട്ടുണ്ടാക്കാം. എന്ത് ചുന്തിരി അരിപ്പരെ അവർക്ക് സ്കൂള് പൂട്ടിയല്ലോ, കൈ കുടുങ്ങണ്ട കേട്ടോ. സ്കൂള് പൂട്ടിയില്ലേ ചത്തന്? 60 days സ്കൂളിൽ പോകണ്ടല്ലോ. എൻജോയ് ചെയ്യാലോ. അമ്മക്ക് 30 days അവയ്ക്ക് 60 days. എന്താ അങ്ങനെ? വലിയ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോ അങ്ങനെയൊക്കെ തന്നെ. ആവ സ്റ്റാൻഡേർഡിലേക്ക് പോവാനല്ലേ? പഠിപ്പിക്കുമ്പോ വലിയ ക്ലാസ്സിലാണെങ്കിൽ വാവയ്ക്കും ലീവ് ഉണ്ടാവില്ല. ഏതാ പേഴ്സണൽ ടോക്കാണ് കേസ് അപ്പം എടുക്കുന്നില്ല. വാവക്കുട്ടിയും മുത്തച്ഛനും കൂടി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, വീഡിയോ കോള്. അവിടെ പോയി കഴിഞ്ഞാൽ സംസാരിച്ചാൽ ഒന്നും കേൾക്കില്ല. ചുമ മാറുന്നില്ല, മരുന്ന് കൊടുക്കുന്നുണ്ട് എന്തായാലും. അമ്മ ഇപ്പോൾ കായപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു പുളി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സാമ്പാർ കൂട്ടി മടുത്ത്. ഇനി വേറെ എന്തെങ്കിലും ഒന്ന് സാധനം ട്രൈ ചെയ്യണം. പുളി വെച്ചിട്ട് എന്തെങ്കിലും കൂട്ടുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അതിനുശേഷം ഒന്നുണ്ടാക്കണം. കണ്ടുപിടിച്ചിട്ടുണ്ട് യൂട്യൂബ് നോക്കിയിട്ട് ഒരു കറി. അതായത് നമ്മൾ കടുക് മുളക് മഞ്ഞൾ വേണമെങ്കിൽ കുറച്ചിടാം. അത് കഴിഞ്ഞ് കുറച്ച് സവാള എടുത്തിടും. അത് കഴിഞ്ഞതിന് ശേഷം പുളി പറന്ന് കഴിക്കും എണ്ണയിൽ. ഇത്രയുള്ള പരിപാടി. വെരി സിമ്പിൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് കുറച്ച് സിമ്പിളാണ്. ചില സിമ്പിളായിട്ടുള്ള സാധനം ഉണ്ടാക്കാനാണ് ഏറ്റവും ടഫ്. കാരണം പരിചയമില്ലാത്തവരുണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് വരില്ല. പാലക്കാട്ടുകാരുടെ സ്റ്റൈലാണെന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ്. എന്താണ് കൊര മാറിയിട്ടില്ലല്ലോ ചൊത്തനി? എന്താ ചൊത്തിന്റെ കൊര മാറാത്തേ? എന്താ മാറാത്തേ? സ്കൂളൊക്കെ പൂട്ടിയില്ലേ? ഇതെന്താ പാന്റ് അല്ലേ? ഈ പാന്റിന് എന്താ ബാബ ട്രൗസർ പോലെ ആക്കിയിരിക്കുന്നത്? ചുരുട്ടിയിട്ട് പാന്റിനെ ട്രൗസർ ആക്കിയിരിക്കല്ലേ? 1:30 മണി കഴിഞ്ഞു. ഇന്നിതാണ് ചോറ്. ഇതാണ് പുളിവെള്ളം. കണ്ടില്ലേ? പുളിവെള്ളം കൊണ്ടുണ്ടാക്കിയ. ഇതിന് കൂട്ടാന്ന് വിളിക്കണോ പുളിവെള്ളം എന്ന് വിളിക്കണോ എന്ത് പേര് വിട്ട് വിളിക്കണം എന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. പിന്നെ ഇതാ കായപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ. ഇന്ന് ഇതാണ് ലഞ്ച്. എങ്ങനെയുണ്ട്? പുളിക്കൂട്ടാൻ നോക്കിയോ? വയറ് വെച്ച് നോക്കിയോ? വലിയൊരു കുഴപ്പമില്ല കേട്ടോ. പുളിങ്കൂട്ടാൻ അത്യാവശ്യം രസമൊക്കെ ഉണ്ട്. ഓ ഉപ്പിട്ട് ഇയാള് എക്സ്ട്രാ ഇട്ടോ? അതേതായാലും നന്നായി. ഉപ്പ് കുറഞ്ഞില്ലേ പുളി കൂടിയപ്പോ? ഇപ്പൊ ടേസ്റ്റ് ഉണ്ട് അല്ലേ? വെളിച്ചെണ്ണ ഇല്ല, ഞാൻ മറ്റേ കടലെണ്ണയിലാണ് ഉണ്ടാക്കിയത്. അതിന്റെ ഒരു കുറവുണ്ടാവും, എന്നാലും രസം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ഒരു കസ്റ്റമർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി നേരെ പുള്ളിനെ കാണാൻ വേണ്ടി പോകണം. ഇവിടെ HPF എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഹെവി വെഹിക്കിൾ ഫാക്ടറി. അതാണ് സംഭവം.
അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവരെ കാണാൻ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അരി സാധനങ്ങളൊക്കെ എല്ലാം കൂടി ഈവനിങ്ങിൽ വാങ്ങിക്കാമെന്ന് എഴുതിയിരിക്കുകയാണ്. കുട്ടിയുടെ ഈ ഒരു മരുന്നും കഴിഞ്ഞു, ഇതും വാങ്ങിക്കൊണ്ട് വരണം, ചുമക്കുള്ളതാണ്. വരുന്ന വഴിക്ക് അരി മേടിച്ചു, പാല് മേടിച്ചു, പഴം മേടിച്ചു, വാവക്കുട്ടിക്ക് ഇടിയപ്പം മേടിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് മസാല ദോശ മേടിച്ചിട്ടുണ്ട്. ഹാപ്പി? ഛർദിക്കാൻ വരുന്നുണ്ടോ? ഇനിയിപ്പം എന്ത് ചെയ്യും? അവർക്ക് ഇടിയപ്പം കഴിച്ചാൽ ഛർദി പോവോ? ചൂടുവെള്ളം കൊടുത്തു കൊടുക്ക. ഇടിയപ്പം കഴിച്ച് നാളെ റിപ്പീറ്റ് ചെയ്യും. നാളെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ലീവ് എടുക്കാൻ പോവാണ്. അവർക്കും വയ്യാന്ന് പറഞ്ഞ ഞാൻ ലീവ് എടുത്തു. എന്തായാലും സ്കൂളിൽ കൂട്ടാറേ 18-ാം തീയതി വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. 18 അതുവരെ സ്കൂളുണ്ടാവും എന്നാ പറയുന്നത്. അറിയോ, കുഞ്ഞു പാക്കറ്റ്, വലിയ പാക്കറ്റ്, ആപ്പിൾ പാക്കറ്റ്, AC പാക്കറ്റ് അല്ല, AC പാക്കറ്റ് പറയണം. AC പാക്കറ്റ് ആപ്പോ നമ്മൾ ഇത്ര പാക്കറ്റ്, ഇത്ര പാക്കറ്റ്, ഇത്ര പാക്കറ്റ് അല്ല. ഇടിയപ്പം കഴിച്ചോ? ആ ഇടിയപ്പം ഒക്കെ മതി വീട്ടിലെടുത്തി. അമ്മ മസാല ദോശ കഴിച്ചോ? കഴിച്ചു. എന്താ കൊണ്ടുണ്ട്? എന്താ രസം കുഞ്ഞാ. കൊണ്ടുണ്ട് ചിക്കൻ കൊണ്ടുവന്നായി. ചിക്കൻ കൊണ്ടുവന്നാ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണിയാ? ബിരിയാണി. ബിരിയാണിയാ? ആടോ ചൊത്തല വേണ്ട പനി ചോദിച്ചപ്പോ എന്തിനാ അതെയാ നാളേക്കാ ആണ്ട എന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവല്ലോ അമ്മ. കഴിക്കും. ഇപ്പൊ കുറച്ചു മുന്നേ ഛർദിക്കാൻ വന്നിരുന്നു ചൊത്തന്. ഇപ്പൊ ശരിയായില്ലേ? അത് നാളെ വാങ്ങിക്കാം കേട്ടോടാ. ഇടിയപ്പം നല്ലോണം കഴിച്ചോ? 2 കഴിച്ചു. നാളെ രാവിലെ ചൂടാക്കി കൊടുക്കായിരുന്നു. അവർക്ക് ഇഷ്ടായോ ഇടിയപ്പം? ഭയങ്കര ഇഷ്ടായിരുന്നു. സാധ ഇഷ്ടായോ? ആ കുറുമ കൂട്ടി കഴിച്ചപ്പോ രസമുണ്ടാ? ആ ചമ്മന്തി ഇല്ലേ, അതാ റെഡ് ചമ്മന്തി, അതാ ഇഷ്ടായിരുന്നു. അതെന്താ സാധനം റെഡ് ചമ്മന്തി? എന്തോ കാര ചട്നി പോലെ. മറ്റേ തേങ്ങാ ചമ്മന്തി നമുക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റേ തേങ്ങാ ചമ്മന്തി ചീത്തയെ പോലെ ഉണ്ടായിരുന്നു, അത് കൊടുത്തില്ലേന്. ചീത്ത പോലെ ഉണ്ടോ? എന്തോ ടേസ്റ്റ് അങ്ങനെ തോന്നി. ഞാൻ അത് കഴിച്ചു കുറച്ച്. ഞാനും കുറച്ച് കഴിച്ചു. ഞാൻ മറ്റേ ദോശയ്ക്ക് കൊടുത്തില്ലല്ലോ. അവർക്ക് മറ്റേതാ കൊടുത്ത് ബ്രെഡ്. ചമ്മന്തി 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 കളറുണ്ട്. വെള്ള കഴിച്ചില്ലേ? വെള്ള കഴിച്ചു. രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ്. സ്വത്തം കിടന്ന് വയർക്കാണല്ലോ. അത് മതി എനിക്ക് തുടങ്ങാൻ. ഇനി എന്താ മതി വീഡിയോ എടുത്തത്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റേ വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.